സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക. ഇത് സ്ഥിരം എല്ലാ വീഡിയോയിലും പറയുന്നതായതുകൊണ്ടാണ് ഇതിലും പറയുന്നത്. 2026 തിരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടില്ലെങ്കിലും അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സീറ്റുകൾ ആഗ്രഹിക്കുന്നു. 10 സീറ്റെങ്കിലും മിനിമം പിടിച്ചിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ്. പിന്നെ അടുത്ത് വരുന്ന കാലത്ത് ഭരണവും പിടിക്കുമെന്ന്, ചിലപ്പോൾ ഇപ്പോൾ ഭരണം പിടിക്കുമെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രചരണം, BJPയുടെ പ്രചരണം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രചരണവും പ്രചണ്ഡമായ മിഷൻ പരിപാടികളും, വികസിത കേരളം, വികസിത രാജ്യം, വികസിത ജില്ല, വികസിത സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമായി നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അകത്ത് നടക്കുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികൾ പലരും ആകാൻ മോഹമുള്ളവർ, ഉടുപ്പടിച്ചവർ, അല്ലെങ്കിൽ ഷർട്ട് അടിച്ചവർ, അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശം കൊടുത്തവർ, RSS നിർദ്ദേശം കൊടുത്തവർ, സംഘപരിവാർ സംഘടനകൾ നിർദ്ദേശം കൊടുത്തവർ, BJP ഔപചാരികമായിട്ട് തീരുമാനിച്ചിട്ടില്ലല്ലോ, അതിനും സമയമുണ്ട്. അനൗപചാരികമായ നിർദ്ദേശം കൊടുത്തവർ പല മണ്ഡലങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ 3 പേരുകളാണ് കേൾക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേര് ഏറ്റവും മുൻതൂക്കം നമ്മുടെ കെ സുരേന്ദ്രന് തന്നെയാണ്. അദ്ദേഹം നേരത്തെ കണ്ണൂരും പിന്നെ ഇവിടെ പത്തനംതിട്ടയിലും മത്സരിച്ചിരുന്നു, കോന്നിയിലും മത്സരിച്ചിരുന്നു. പിന്നെ അവസാനം അത് രണ്ടിടത്തും അദ്ദേഹം മഞ്ചേശ്വരത്തും മത്സരിച്ചിരുന്നു. നാമമാത്രമായ വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് തോറ്റുപോയത്. കോടതി കേസിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കഴക്കൂട്ടത്ത് നിർത്തിയാൽ കൊള്ളാമെന്നൊരു ആലോചന വന്നു. വർക്കലയിൽ നിർത്തിയാൽ കൊള്ളാം എന്നൊരു ചിന്ത വന്നു. പക്ഷേ വർക്കലയിൽ വലിയ സാധ്യതയില്ല എന്നുള്ള ഒരു തോന്നലിൽ സുരേന്ദ്രൻ തൃശ്ശൂർ തന്നെയാണ് പിടിക്കുന്നത്. സുരേന്ദ്രനാണ് തൃശ്ശൂർ വരുന്നതെങ്കിൽ പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിലേക്ക് മാറും, ശോഭാ സുരേന്ദ്രൻ പുതുക്കാടിലേക്ക് മാറും. ഇനി സുരേന്ദ്രൻ മറ്റെവിടെയെങ്കിലും മാറുകയാണെങ്കിൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ വരാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ പുതുക്കാടോ കായംകുളത്തോ പോകാൻ. കായംകുളവും അവർക്കിപ്പോൾ നല്ല സ്വാധീനമുള്ളൊരു പ്രദേശമായി നിൽക്കുന്നുണ്ട്. അവർ ഒരുപാട് പരിപാടികളിൽ കായംകുളത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അല്ല ശോഭാ സുരേന്ദ്രനെയാണ് തൃശ്ശൂർ നിർത്തുന്നതെങ്കിൽ കെ സുരേന്ദ്രൻ മറ്റെവിടത്തില്ലെങ്കിൽ മാറുമെങ്കിൽ പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇക്വേഷനായി ഇപ്പോൾ അകത്ത് കേൾക്കുന്നത്. എന്തായാലും സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിൽക്കാനുള്ള സാധ്യതയാണ് വളരെ വലിയ തോതിൽ മാധ്യമങ്ങളും ചാനലുകളും എല്ലാം എടുത്തിരിക്കുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ നിന്നാൽ തീർച്ചയായിട്ടും അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പും വോട്ടിംഗ് നിലവാരവും ഒക്കെ വെച്ചുകൊണ്ട് തീർച്ചയായും സുരേന്ദ്രന് അവിടെ നിന്ന് MLA ആകുമോ? തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊളിറ്റിക്കൽ ഡയറികളിൽ നിന്നുള്ള ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും നമുക്ക് 26 മെയ്യിൽ കാത്തിരുന്ന് കാണാം. സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിയില്ല. സുരേന്ദ്രൻ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതും, സുരേന്ദ്രനെ പോലെ ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, അതുപോലെ തന്നെ നമ്മുടെ S സുരേഷ്, പിന്നെ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ, ഇങ്ങനെ PK കൃഷ്ണദാസ്, പത്മനാഭൻ, ഇങ്ങനെ തുടങ്ങിയ വളരെ മുൻനിര MD രമേശ്, മുൻനിര നേതാക്കൾ ഷോൺ ജോർജ്, പിന്നെ നമ്മുടെ അനൂപ് ആൻ്റണി, മുൻനിര നേതാക്കൾ ഇവിടെ മത്സരിക്കും എന്നുള്ളത് ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും ആ വാർത്തയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കെ സുരേന്ദ്രൻ തന്നെയാണ്.